يا حامل القرآن قد خصك الرحمن بالفضل والتيجان. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم وبارك على رسوله الأمين وعلى آله وصحابه المتبعين صلاة وسلاما دائمين متلازمين في كل وقت وحين. മുത്തഫരിദ് സബക്ക് നമ്പർ 7. കഴിഞ്ഞ പാഠത്തിൽ നാം പഠിച്ചത് വുളൂഇൻ്റെ ഫർളുകളാണ്. ഈ പാഠത്തിൽ നമുക്ക് വുളൂഇൻ്റെ സുന്നത്തുകളെ പഠിക്കാം. വുളൂഇൻ്റെ ഫർള് എന്ന് പറഞ്ഞാൽ അത് വുളൂ ശരിയാകണമെങ്കിൽ ഫർളുകൾ നിർവഹിക്കൽ അത്യാവശ്യമാണ്, നിർബന്ധമാണ്. ഫർളുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫർള് ഒഴിവാക്കിയാൽ വുളൂ ശരിയാവുകയില്ല. എന്നാൽ സുന്നത്തുകൾ അങ്ങനെയല്ല. സുന്നത്തുകൾ നാം ഏതെങ്കിലും ഒരു സുന്നത്ത് ഒഴിവാക്കിയാൽ വുളൂ ശരിയാകും. പക്ഷേ വുളൂഇൻ്റെ പരിപൂർണമായ പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ വുളൂ ഒരു പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അതിന് വലിയ പ്രതിഫലമുണ്ട്. വുളൂ ചെയ്താൽ ആ അവയവങ്ങളിൽ നിന്നുണ്ടായ എല്ലാ തെറ്റുകളും മായ്ക്കപ്പെടും, പൊറുക്കപ്പെടുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രതിഫലം ലഭിക്കണമെങ്കിൽ വുളൂഇൻ്റെ സുന്നത്തുകൾ നാം പാലിക്കണം, അത് പൂർണ്ണമായും നാം നിർവഹിക്കണം. ഇൻഷാ അല്ലാഹ് വുളൂഇൻ്റെ സുന്നത്തുകൾ ഏതെല്ലാമെന്ന് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാം. വസുനനുഹു, വുളൂഇൻ്റെ സുന്നത്തുകൾ അസ്സിവാക്കു, മിസ്വാക്ക് ചെയ്യലാണ്. ഒന്ന് മിസ്വാക്ക് ചെയ്യൽ. മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ പല്ല് തേക്കൽ. ബിഖശ്നിൻ, ഉരമുള്ള വസ്തു കൊണ്ട്. മിസ്വാക്ക് ചെയ്യണമെങ്കിൽ ബ്രഷ് പോലത്തെ ഉരമുള്ള വസ്തു ആവണം. അറാക്കിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ സാധാരണ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന ബ്രഷ് ഇതുപോലത്തെ ഉരമുള്ള സാധനമാകണം. അതായത് മിനുസമായ വസ്തു കൊണ്ട് അല്ല. 2 വത്തസ്മിയത്തു അവ്വലഹു, വുളൂഇൻ്റെ ആദ്യത്തിൽ ബിസ്മി ചൊല്ലണം. മുങ്കൈ കഴുകുമ്പോൾ ആദ്യം മുങ്കൈ കഴുകുന്നതല്ലേ, അതിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലണം. വഗസ്ലുൽ കഫൈനി, 2 മുങ്കൈ കഴുകൽ. ഗസ്ലു എന്ന് പറഞ്ഞാൽ കഴുകൽ, അൽ കഫൈനി 2 മുങ്കൈ. വൽ മൽമലതു, 4 വായിൽ വെള്ളം കൊപ്പിളിക്കൽ. വായിൽ വെള്ളം പ്രവേശിപ്പിച്ച് വായു മുഴുവനും വെള്ളം ചുറ്റിപ്പിച്ച് വായിൽ വെള്ളം കൊപ്പിളിക്കൽ. വൽ ഇസ്തിൻഷാഖു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നത് വുളൂഇൻ്റെ സുന്നത്താണ്. വമസ്ഹു കുല്ലി റഅസി, തല മുഴുവനും തടവൽ. മസ്ഹു തടവൽ, കുല്ലി മുഴുവനും, അർറഅസി തല. അപ്പോൾ തല മുഴുവൻ തടവൽ വുളൂഇൻ്റെ സുന്നത്താണ്. ഫർളിൽ തല തടവുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് തല അല്പം തടവലാണ്. തല അല്പം തടവൽ ഫർളാണ്. എന്നാൽ തല മുഴുവനും തടവൽ അത് വുളൂഇൻ്റെ സുന്നത്താണ്. അതിന് പ്രതിഫലം കൂടുതലുണ്ട്. അപ്പോൾ തല മുഴുവനും തടവാൻ ശ്രമിക്കുക. വൽ ഉദ്നൈനി, 2 ചെവി തടവൽ.
വൽ മുവാലാത്തു തുടരെയായി ചെയ്യൽ. തുടരെ എന്ന് പറഞ്ഞാൽ ഇടവിടാതെ ഒരു അവയവം കഴിഞ്ഞ് ഒരുപാട് സമയം കഴിഞ്ഞ് മറ്റൊരു അവയവം എന്നല്ല, ഉടനെയായി ഉളൂ ചെയ്യൽ. അതാണ് തുടരെയായി ഉളൂ ചെയ്യൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അഥവാ നമ്മുടെ അവയവത്തിലേക്ക് നാം ഒഴിച്ച വെള്ളം അത് ഉണങ്ങുന്നതിന് മുമ്പ് മറ്റൊരു അവയവം കഴുകൽ എന്നാണ്. വദൽകുൽ അഅ്ളാഇ അവയവം തേച്ചു കഴുകൽ. ദൽക്ക് തേച്ച് കഴുകൽ, കൈകൊണ്ട് തേച്ച് കഴുകണം, ഉരച്ച് കഴുകണം. അഅ്ളാഇ അവയവങ്ങളെ എന്നല്ലാതെ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് തേക്കാതെ പോകുന്നതല്ല, വെള്ളം ഒഴിച്ചിട്ട് തേച്ച് കഴുകണം. വതഖദീമുൽ യുംന വലത്തത് മുന്തിക്കൽ, അലൽ യുസ്ര ഇടത്തതിനേക്കാൾ എന്ന് പറഞ്ഞാൽ വലത് കൈ ആദ്യം കഴുകണം, പിന്നെ ഇടത് കൈ. കാല് കഴുകുമ്പോഴും അങ്ങനെയാണ്, ആദ്യം വലത് കാല് പിന്നെ ഇടത് കാല്. മിസ്വാക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെയാണ്, ആദ്യം വലത് ഭാഗത്തെ പല്ലാണ് തേക്കേണ്ടത്, പിന്നെ ഇടത് ഭാഗത്തെ പല്ലാണ്. ചെവി തടവുമ്പോൾ അവിടെ വലത്തത് മുന്തിക്കാനില്ല, രണ്ട് ചെവിയും ഒന്നിച്ചാണ് തടവേണ്ടത്. ആദ്യം വലത് ചെവി പിന്നെ ഇടത് ചെവി അങ്ങനെയല്ല, രണ്ട് ചെവിയും ഒന്നിച്ച് തടവണം. വത്തസ്ലീസു മൂന്ന് പ്രാവശ്യം ചെയ്യൽ. മുങ്കൈ കഴുകിയത് മുതൽ മുഖം, കൈ, തല, ചെവി, അതുപോലെ കാല്, ഇതെല്ലാം മൂന്ന് പ്രാവശ്യം ചെയ്യണം. കഴുകുന്നതായാലും തടവുന്നതായാലും മൂന്ന് പ്രാവശ്യം ചെയ്യൽ സുന്നത്താണ്. ഇവിടെ 11ഓളം ഉളൂഇൻ്റെ സുന്നത്തുകൾ പറഞ്ഞു. ഇനിയും സുന്നത്തുകൾ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് നമുക്ക് പഠിക്കാം. നോട്ടിൽ എഴുതി വെക്കാനുള്ള ചോദ്യവും ഉത്തരവും: ഒന്ന്, ഉളൂഇൻ്റെ സുന്നത്തുകൾ എഴുതുക. ഉത്തരം: ഇവിടെ പറഞ്ഞ 11 സുന്നത്തുകളാണ്. അത് ഓരോന്നായി നമ്പറിട്ട് എഴുതണം. ഇതുകൂടാതെ പാഠത്തിൽ പറഞ്ഞ പദങ്ങളുടെ ഓരോന്നിൻ്റെയും അർത്ഥം നോട്ടിൽ എഴുതി പഠിക്കണം. ഇവിടെ നിർത്തുന്നു. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.